ഇന്ന് ജൂൺ 10, 2024 തിങ്കളാഴ്ച. പ്രധാന വാർത്തകൾ. NDA സർക്കാർ അധികാരമേറ്റു. ജനസമക്ഷം. ക്യാബിനറ്റ് മന്ത്രിമാർ 30, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5, സഹമന്ത്രിമാർ 36. മോദിക്കൊപ്പം 71 മന്ത്രിമാർ അധികാരമേറ്റു. ന്യൂഡൽഹി. സഖ്യകക്ഷികളുടെ കൈപിടിച്ച് 3-ാം വട്ടം പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി. കൊടും ചൂടടങ്ങിയ സന്ധിയിൽ ഞായറാഴ്ച വൈകിട്ട് 7:22 റൈസനക്കുന്നിൽ പരമാധികാര കേന്ദ്രത്തെ സാക്ഷിയാക്കി മോദിയും തുടർന്ന് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് 7:15 മുതൽ 9:50 വരെ. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ന്യൂഡൽഹിയിൽ മുണ്ടെടുത്ത 2 മന്ത്രിമാർ കേരളത്തിന്റെ പ്രതിനിധികളായി സത്യപ്രതിജ്ഞാവേദിയിൽ തിളങ്ങി. റൺവേയിൽ ഒരേ സമയം 2 വിമാനങ്ങൾ. മുംബൈ വിമാനത്താവളത്തിൽ വൻ അപകടം. തലനാരിഴയ്ക്ക് ഒഴിവായി. മുംബൈ വിമാനത്താവളത്തിൽ വൻ അപകടം ഒഴിവായത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ. റൺവേയിലേക്ക് ഒരേ സമയം ഒരു വിമാനം പറന്നിറങ്ങുകയും മറ്റൊന്ന് പറന്നുയരുകയുമായിരുന്നു. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യവേ അതേ റൺവേയിൽ ഇൻഡിഗോ വിമാനം പറന്നിറങ്ങുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ ഉണ്ടായ സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണത്തിനും ഉത്തരവിട്ടു. അതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രണ്ട് പേജില്. നമ്മുടെ മോദി 3.0 അധികാരത്തിലേക്കു എന്നതാണ് പ്രധാന വാർത്ത. രണ്ടാമത്തെ പേജില് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഉയരെ പ്രതീക്ഷ. പ്രകടന പത്രികയിൽ നിറയെ വികസന വാഗ്ദാനങ്ങൾ. പ്രധാന സ്വപ്നം കൊച്ചി മെട്രോ തൃശൂർ കോയമ്പത്തൂർ മെട്രോ. തൃശൂർ. പ്രകടന പത്രികയിൽ ഏറ്റവും വലിയ സ്വപ്നമായി സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ വികസനമാണ്. പടിപടിയായി കൊച്ചി മെട്രോ കോയമ്പത്തൂരിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഈ ബദൽ പൂർത്തിയാക്കണമെന്നതിന് ഏറെ കടമകളുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രധാന വാർത്തകൾ. മൂന്നാമത്തെ ജില്ലയിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ ബസ്സിടിച്ച് തകർന്നു. പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി. തൃശൂർ. നഗരത്തിലെ ശക്തൻ തമ്പുരാൻ നഗറിൽ റൗണ്ട് ബോട്ടിൽ സ്ഥാപിച്ച ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ KSRTC ലോ ഫ്ലോർ ബസ്സിടിച്ച് തകർന്നു. ഞായറാഴ്ച പുലർച്ചെ 2:50 അപകടം. മോദി 2.0. മുന്നിലുണ്ട് സാമ്പത്തിക വെല്ലുവിളികൾ. ഭൂരിപക്ഷം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിലും ഹാട്രിക് നേട്ടവുമായി അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കാത്തിരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികൾ നിരവധിയാണ്. അടിസ്ഥാന സൗകര്യ രംഗത്ത് മുന്നേറാനായിട്ടുണ്ടെങ്കിലും വിലക്കയറ്റത്തെ പിടിച്ചുകെട്ടി സാധാരണക്കാരുടെ വരുമാനം ഉയർത്താൻ പാകത്തിലുള്ള സാമ്പത്തിക വളർച്ച സാധ്യമാക്കുകയാണ് വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനം. വിലക്കയറ്റവും സാമ്പത്തിക വളർച്ചയും. വിലക്കയറ്റം വൻതോതിൽ ഉയർന്നു നിൽക്കുന്നത് ജനങ്ങളുടെ മേൽ വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്. 2024 മാർച്ച് മാസം 4.85%, ഏപ്രിൽ 4.83% റിട്ടെയിൽ പണപ്പെരുപ്പം. 2023 ഡിസംബറിലെ 5.69% നിന്ന് ഇത് താഴ്ന്നു വരുന്നതെങ്കിലും ഭക്ഷ്യ വിലപ്പെരുപ്പം ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. തൊഴിലവസരങ്ങൾ. ഉൽപാദന രംഗത്ത് നിക്ഷേപം ആകർഷിക്കുന്നതിൽ വിജയിക്കാനാകുന്നുണ്ടെങ്കിലും തൊഴിലില്ലായ്മ രൂക്ഷമായി തുടരുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ NDA സഖ്യത്തിന് സീറ്റ് കുറഞ്ഞതിന്റെ പ്രധാന കാരണം ഇതുതന്നെ. കാർഷിക ഗ്രാമീണ ക്ഷേമം. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് ഇപ്പോഴും കാർഷിക മേഖല തന്നെയാണ്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും കർഷകരുടെ വരുമാനം ജീവിത നിലവാരവും ഉയർത്താനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് സമ്പദ്ഘടനയുടെ മുന്നേറ്റത്തിന് പോലും ആവശ്യമാണ്. ആദായ നികുതി നിരക്ക് കുറയുമോ?
ആദായ നികുതി ഘടനയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. നിലവിലുള്ള പഴയ നികുതി സമ്പ്രദായത്തിന് പുറമെ പുതിയ സമ്പ്രദായം കൂടി ആവിഷ്കരിച്ചുകൊണ്ടായിരുന്നു അത്. പെട്രോൾ ഡീസൽ വില കുറയുമോ? സബ്സിഡികൾ വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്ന നടപടിയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണം ഒഴിവാക്കിയതിലൂടെ ചെയ്തത്. ഞാൻ വേറൊരു പ്രവർത്തനം, കൃത്രിമ മധുരം സൈലിറ്റോൾ ഹൃദയാഘാതത്തിന് സാധ്യത കൂട്ടും. മധുര പലഹാരങ്ങളിലും ച്യൂയിംഗത്തിലും സൈലിറ്റോൾ ഉപയോഗിക്കുന്നു. പഞ്ചസാരയ്ക്ക് പകരം വ്യാപകമായി ഉപയോഗിക്കുന്ന മധുരമായ സൈലിറ്റോൾ എന്ന കൃത്രിമ മധുരം ഹൃദയാഘാതത്തിനും മസ്തിഷ്കാഘാതത്തിനുമുള്ള സാധ്യത കൂട്ടുമെന്ന് പഠനം. രക്തത്തിന്റെ കട്ടി കൂടാനും കട്ട പിടിപ്പിക്കുന്നതിനും സൈലിറ്റോളിന്റെ അമിത ഉപയോഗം കാരണമാകുമെന്നതായാണ് കണ്ടെത്തൽ. ധനകാര്യത്തിൽ ഇതാണ് നമ്മുടെ പ്രധാന വാർത്ത. പിന്നെ 5ാമത്തെ പേജിലെ വാർത്തകള്. വാതിൽപ്പടി വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച. റേഷൻ ക്ഷാമം രൂക്ഷം, ഇടപെടാതെ ഭക്ഷ്യവകുപ്പ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം മുടങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടപടിയില്ല. 2ാമത്തെ വാർത്ത. മോദിക്ക് തിരിച്ചടി നൽകിയത് കർഷകർ. പി സായിനാഥ്. കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കും ബിജെപിക്കും തിരിച്ചടി നൽകിയത് കർഷകരും സാധാരണക്കാരുമാണെന്ന് മാധ്യമപ്രവർത്തകൻ പി സായിനാഥ് പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഡംബര നികുതി ഇനിയില്ല, പകരം അധിക നികുതി. അളവിൽ നിന്ന് വില്ലേജ് ഓഫീസർമാർക്ക് മോചനം. കൊല്ലം 3000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കിയിരുന്ന ആഡംബര നികുതി ഇനി അധിക നികുതി എന്ന പേരിൽ അറിയപ്പെടും. നിയമ ഭേദഗതി ഗവർണർ ഒപ്പിട്ട് വിജ്ഞാപനമിറക്കി. അധിക നികുതി ഈടാക്കുന്നതിനുള്ള തറ വിസ്തീർണം അളക്കുന്ന ജോലിയിൽ നിന്ന് വില്ലേജ് ഓഫീസർമാർക്ക് മോചനം ലഭിക്കും. മോദി അധികാരത്തിലെത്തിയതിന്റെ ഒരു വിശദമായ വാർത്ത. പുതിയ ചുവട്. മോദി, അമിത്ഷാ, രാജ്നാഥ്. G3 പവർ. 2ാം മോദി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇത്തവണയും കേന്ദ്രമന്ത്രിസഭയിലെ ബിജെപിയുടെ മുഖമുദ്രകളായി. അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും വകുപ്പുകൾ മാറ്റി പരീക്ഷിക്കാനും ബിജെപി തയ്യാറായില്ല. 2ാം മോദി സർക്കാരിലെ രണ്ടാമനായിരുന്ന രാജ്നാഥ് സിംഗ് ഇത്തവണ സഭയിലെത്തിയത് വമ്പൻ ഭൂരിപക്ഷത്തിൽ. ലക്നൌവിൽ നിന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രവിദാസ് മെഹ്റോത്രയെ 1.35 ലക്ഷം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് രാജ്നാഥ് സിംഗ് ലോക്സഭയിലെത്തിയത്. 6.12 ലക്ഷത്തിലധികം വോട്ട് നേടി തുടർച്ചയായി മൂന്നാം ജയം ഉറപ്പാക്കിയത്. ചൌഹാൻ ഇനി കേന്ദ്രത്തിൽ. ഭരണപരിചയത്തിന്റെ തഴക്കം. ശിവരാജ് സിംഗ് ചൌഹാന് ക്യാബിനറ്റ് പദം. ബിജെപി സമ്പൂർണ്ണ വിജയം നേടി മധ്യപ്രദേശിൽ പാർട്ടിയുടെ മുന്നേറ്റ മുഖവും ശിവരാജ് സിംഗ് ചൌഹാന് ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്രമന്ത്രിസഭാ പദവി. 16 വർഷത്തോളം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും 6 തവണ ലോക്സഭാംഗവുമായ ചൌഹാന്റെ ഭരണപരിചയവും സംഘടനാ പാരമ്പര്യവും അനുഭവ സമ്പത്തും ബിജെപിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കരുത്തായി വീണ്ടും നിർമ്മല. രാജ്യസഭാംഗമായി മന്ത്രിപദവി. ന്യൂഡൽഹി. 3ാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ കരുത്തറ്റ വനിതാ മുഖവുമായി ഇത്തവണയും നിർമ്മല സീതാരാമൻ. പാർലമെന്റിന്റെ ഇരുസഭകളിലും സർക്കാരിന്റെ നിലപാടുകൾ വിശദീകരിച്ചും പ്രതിപക്ഷ ആരോപണങ്ങളെ ശക്തിയുക്തം പ്രതിരോധിച്ചും ഇത്തവണയും നിർമ്മലയുണ്ടായിരിക്കും. സ്വതന്ത്ര ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും. നട. ബിജെപിയുടെ സൗമ്യമുഖം. മന്ത്രിപദത്തിൽ അധ്യക്ഷൻ. മുഖത്ത് എപ്പോഴും നേരിയ ചിരിയാണ് ജഗത് പ്രകാശ് നടയുടെ മുഖമുദ്ര. ABVP ദേശീയ ജനറൽ സെക്രട്ടറി, യുവമോർച്ച ദേശീയ അധ്യക്ഷൻ, BJP ദേശീയ അധ്യക്ഷൻ എന്നിങ്ങനെ പാർട്ടിയിൽ നിന്ന് പടിപടിയായി ഉയർന്ന സൗമ്യമുഖം. 90കളിൽ നരേന്ദ്രമോദി ഹിമാചലിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സ്കൂട്ടറിലെത്തി പാർട്ടി പ്രവർത്തനത്തിന് നാടുകറക്കിയ ആളാണ് നട. യുവമോർച്ചയിലുണ്ടായിരുന്നപ്പോൾ അമിത്ഷാ ഖജാൻജിയായിരുന്നു. കല്ലുകടിയായ പവാർ ആൻഡ് പാർട്ടി. NCPക്ക് ക്യാബിനറ്റ് പദവിയില്ല. അജിത് പവാർ ചടങ്ങിനെത്തി. പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു.
മൂന്നാം, നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ പിണങ്ങി സഖ്യകക്ഷിയായ NCP. അജിത് പവാർ വിഭാഗം ക്യാബിനറ്റ് പദവി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ മന്ത്രിസഭയിലേക്കില്ലെന്നാണ് NCP നിലപാട്. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അജിത് പവാർ പങ്കെടുത്തു. മുൻ വ്യോമയാന മന്ത്രിയായ പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യമാണ് NCP മുന്നോട്ട് വെച്ചത്. അത് നൽകാനാവില്ലെന്നും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദം നൽകാമെന്നായിരുന്നു BJP നിലപാട്. അതോടെ അജിത് പവാറിന്റെ NCP കേന്ദ്ര മന്ത്രിസഭയിലേക്കില്ലെന്ന തീരുമാനമെടുത്തത്. നമ്മുടെ മോദി സർക്കാർ. യുദ്ധം, ഗാസ യുദ്ധം. നുസ്രൈത്ത് ആക്രമണം, മരണം 274. നുസ്രൈത്ത് ആക്രമണം, മരണം 274. ഗാസ സിറ്റി. മധ്യ ഗാസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഹമാസ് പാർപ്പിച്ച ബന്ദികളെ മോചിപ്പിക്കാനായി ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 274. 698 പേർക്ക് പരിക്കേറ്റു. സ്പോർട്സ് ന്യൂസ് നോക്കാം. സ്പോർട്സിലെ ബൂം ബൂം ഇന്ത്യ. പാകിസ്ഥാനെതിരെ 6 റൺസ് വിജയവുമായി ഇന്ത്യ. ബൂംറയ്ക്ക് 3 വിക്കറ്റ്. കളിയിലെ താരം. മഴ മൂലം കളി വൈകി. ന്യൂയോർക്ക്. ബാറ്റർമാരുടെ പേര് സ്വപ്നമായി മാറിയ നാസോയിലെ പിച്ചിൽ ഞായറാഴ്ച ഇന്ത്യയുടെ ദിനമായിരുന്നു. മഴ മൂലം കളി വൈകുകയും ചെറിയ സ്കോറിൽ ഒതുങ്ങുകയും ചെയ്തെങ്കിലും ഉജ്ജ്വല ബൌളിംഗിലൂടെ ഇന്ത്യ മത്സരം തിരിച്ചുപിടിച്ചു. പരിക്കേറ്റെന്ന് പറഞ്ഞ കൂട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് മരിച്ച യുവാവിനെ. കൂട്ടുകാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്ന് പോലീസ്. സംഭവത്തിൽ ദുരൂഹത. കുന്നംകുളം. സുഹൃത്തുക്കൾ ബൈക്കിലെത്തി കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ച യുവാവ് മരിച്ച നിലയിൽ. ചിറ്റാഞ്ഞൂരിലെ പഴയ ആർത്താറ്റ് പഞ്ചായത്ത് ഓഫീസിന് സമീപം ആനയെക്കെട്ടുന്ന പറമ്പിൽ നിന്നാണ് യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ചെറുവത്താനി വലിയപറമ്പ് അമ്മാട്ട് രവീന്ദ്രന്റെയും രത്നയുടെയും മകൻ വിഷ്ണുവാണ് മരിച്ചത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മാതൃഭൂമി ഫസ്റ്റ് പേപ്പറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. താങ്ക് യു.